കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്തിനാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ചായയെ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരമരണത്തിൽ രക്ഷിക്കുവാൻ വരണമേ. അങ്ങനെയാണല്ലോ തിരുസഭകളുടെ പരിപാലനവും സംരക്ഷണവുമായി വളർന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ നിയുക്തനായിരിക്കുന്നത് നമ്മൾ തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളെ കീഴിൽ പിശാചിനെ അടങ്ങപ്പെടുത്തുവാൻ സമാധാനകരമായി അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരിച്ചറിയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണാവേദനയുണ്ടാകുന്നതിനായി ഞങ്ങളുടെ ആരാധനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടവും വളരെ സംഭവമായ സാത്താനെയും അവരുടെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽക്കണമേ. അവൻ മേലൊരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യനാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദൈവം ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി പൗലോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തനായ ദൈവത്തിനോട് ആദരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസ സഭയിലും പുണ്യാത്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും
അനുഗ്രഹീതമാകണമേ. ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങയെ തിരുകുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. രഹസ്യങ്ങൾ. ഒന്നാം രഹസ്യം, നമ്മുടെ കർത്താവായ ഈശോ മിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ചോര വിയർത്തുവെന്ന് ധ്യാനിക്കാം. ഈ രഹസ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തിരുസഭയെയും പരിശുദ്ധ പിതാവിനെയും എല്ലാ വൈദിക മേലധ്യക്ഷന്മാരെയും എല്ലാ വൈദികരെയും സമർപ്പിതരെയും സമർപ്പിച്ച് നമുക്ക് അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാം. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മനിറഞ്ഞ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ
ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടെന്ന് ധ്യാനിക്കാം. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ എല്ലാ യുവതി യുവാക്കളെയും ബാലികാ ബാലന്മാരെയും, പ്രത്യേകിച്ച് വിദേശങ്ങളിൽ പഠനത്തിനും ജോലിക്കുമായി പോയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ യൂണിറ്റിനെയും ഈ യൂണിറ്റിലെ ഓരോ കുടുംബങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വസ്തി നന്മ പൂരിതേ നിന്നോട് കൂടെ
പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മപൂരിതേ പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മപൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മപൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മപൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മപൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മപൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മപൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സാധനും സ്വപുത്രനും പാവനാത്മനും സ്തോത്രമേകിടുന്നു നിത്യകാലവും നമോസ്തുതേ. അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിൽ മേൽഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കാം. ധ്യാനിക്കുമ്പോൾ പലവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന എല്ലാവരെയും, ചികിത്സിക്കാൻ വകയില്ലാതെ ക്ലേശിക്കുന്നവരെയും, മാനസിക രോഗികളായും മാനസിക വൈകല്യങ്ങളുടെ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. കർത്താവിനോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. സ്വസ്തി കർത്താവിനോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവിനോടുകൂടെ സ്ത്രീകളെല്ലാം
സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ മാതാവിന്റെ മുൻപാകെ തിരുവസ്ത്രങ്ങൾ ഒഴിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കാം. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കഴിയുന്നവരെയും മറ്റു പല പാപമാർഗങ്ങളിൽ ചരിക്കുന്നവരെല്ലാവരെയും മാനസാന്തരത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുകളെ ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ ആമേൻ. മറിയതായേ എന്റെ അമ്മേ, സ്ത്രീകളിൽ നീ ധന്യയല്ലോ. പാപികളായ
അമ്മേ സ്ത്രീകളിൽ നീ ധന്യയല്ലോ. പാപികൾക്കായി പീഡിതർക്കായി രോഗികൾക്കായി അമ്മ പ്രാർത്ഥിക്കണേ. മരിയ തായേ എൻ്റെ അമ്മേ സ്ത്രീകളിൽ നീ ധന്യയല്ലോ. പാപികൾക്കായി പീഡിതർക്കായി രോഗികൾക്കായി അമ്മ പ്രാർത്ഥിക്കണേ. മരിയ തായേ എൻ്റെ അമ്മേ സ്ത്രീകളിൽ നീ ധന്യയല്ലോ. പാപികൾക്കായി പീഡിതർക്കായി രോഗികൾക്കായി അമ്മ പ്രാർത്ഥിക്കണേ. മരിയ തായേ എൻ്റെ അമ്മേ സ്ത്രീകളിൽ നീ രോഗികൾക്കായി അമ്മ പ്രാർത്ഥിക്കണേ. മരിയ തായേ എൻ്റെ അമ്മേ സ്ത്രീകളിൽ നീ ധന്യയല്ലോ. പാപികൾക്കായി പീഡിതർക്കായി രോഗികൾക്കായി അമ്മ പ്രാർത്ഥിക്കണേ. മരിയ തായേ എൻ്റെ അമ്മേ സ്ത്രീകളിൽ നീ ധന്യയല്ലോ. പാപികൾക്കായി പീഡിതർക്കായി രോഗികൾക്കായി അമ്മ പ്രാർത്ഥിക്കണേ. ബാവായ്ക്കും പുത്രനും ദൈവദൂതന്മാരായ സ്ത്രീയെ വിശുദ്ധരായ മഹാത്മാവായ വിശുദ്ധ യോസേപ്പേ, സ്ത്രീഹന്മാരായ വിശുദ്ധ പത്രോസേ, മാർ പൗലോസേ, മാർ യോഹന്നാനേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കരുതലോടുകൂടി ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപ്പാദത്തിൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധയായി വിളങ്ങും കന്യകാമേരിയമ്മേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ദൈവകർത്താവിന്റെ ഏറ്റവും ദിവ്യയാകും ജനനി, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ.
നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യം ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യമായ സർവേശ്വര, ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദിയിലങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഈ ദിവ്യമാതാവിനെ സന്തോഷിക്കുന്ന ഞങ്ങളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിൽ രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തരണമേ. ആമേൻ. എത്രയും ദയയുള്ള മാതാവേ, വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മാതാവിന്റെ വിവിധ ഹൃദയത്തോടുള്ള പ്രതിഷ്ഠാജപം. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോയ ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം അറിയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങി തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതമായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാഭികെ തിരുസഭയ്ക്ക് സർവ്വസ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ.
വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മാനവ വംശത്തിന് വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവം മറിയമേ, അമലോത്ഭവ ഹൃദയമേ, മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി കാത്തുകൊള്ളണമേ. അമ്മേ, മറിയത്തിന്റെ വിമല ഹൃദയമേ, ഒരു അത്ഭുതം തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ദമ്പതികളോടുള്ള അനുകമ്പയും സ്നേഹവും പ്രകടിപ്പിച്ച ഈശോയുടെ തിരുഹൃദയമേ, ലോകമെങ്ങുമുള്ള ദമ്പതികളെ അനുഗ്രഹിക്കണമേ. എല്ലായ്പ്പോഴും തിരുഹിതമറിഞ്ഞ് ജീവിതം ക്രമീകരിക്കുന്നതിന് ആവശ്യമായ കൃപാവരം ദമ്പതികൾക്ക് നൽകണമേ. മനുഷ്യ ജീവന്റെ അമൂല്യത ഗ്രഹിച്ച് ജനന നിമിഷം മുതൽ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചു വളർത്തുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇലയുടെ കീഴിലാകുവാൻ വേഗം ഇടവരുത്തണമേ. നിർഭാഗ്യഭാവിയുടെ മേൽ കൃപയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ എത്രവേഗം മോചിപ്പിക്കണമേ. അയോഗ്യദാസനായ ഞങ്ങളുടെ മേലും കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ, തിരുഹൃദയത്തിന്റെ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥയെ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശേഷം പൂർകിരണം ചൊരിയട്ടെ. സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായിരിക്കുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു,
ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു. ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പുമാറ്റിടും ചന്ദ്രമേറുന്ന ദീപമേ. കേടുവാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യഗാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെയും അങ്ങയുടെ മധ്യസ്ഥനായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു. അവയ്ക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങേക്ക് വേണ്ടി സഹിക്കുവാനും മരിക്കുവാനും തിരുസഭയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും സന്നദ്ധരായ അനേക രക്തസാക്ഷികളെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അവരുടെ മാതൃക അനുസരിച്ചുകൊണ്ട് ഉത്തമ ക്രിസ്തീയതയെ നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ. സത്യവിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ഉന്നതമായ സ്ഥാനമാനങ്ങളും സകലവിധ ലോകസുഖങ്ങളും സ്വന്തം ജീവനെ തന്നെയും സന്തോഷപൂർവ്വം ത്യജിക്കുവാനും അവർണ്ണയമായ പീഡകൾ സഹിക്കുവാനും അവസാന രക്തസാക്ഷിയായി മരിക്കുവാനും വിശുദ്ധ ക്രിസ്ത്യാനോസിനെ സജ്ജമാക്കിയ കർത്താവേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ വിശ്വാസത്തിലാകുന്ന സകലവിധ പ്രലോഭനങ്ങളെയും ഭീഷണികളെയും ധീരമായി ചെറുക്കുവാനും വിശ്വാസം നേടാൻ മരണം വരിക്കുവാനും വിശുദ്ധന്റെ മാതൃക അനുസരിച്ച് എല്ലായിടത്തും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സന്നദ്ധരാക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഗോതമ്പ് മണി നിലത്ത് വീണ് അടിയാത്ത പക്ഷം അത് ഫലപ്പെടുകയായെന്ന് കൽപ്പിച്ചവനെ കർത്താവേ, ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വിശുദ്ധ ക്രിസ്ത്യാനോസിനെ അനുകരിച്ച് മുഴുവൻ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സകല കഴിവുകളോടുകൂടെ അങ്ങയെ സ്നേഹിക്കുവാനും മുറിവുകൾ വകവയ്ക്കാതെ യുദ്ധം ചെയ്യുവാനും വിശ്രമം അന്വേഷിക്കാതെ അധ്വാനിക്കുവാനും പ്രതിഫലം മോഹിക്കാതെ വേല ചെയ്യുവാനും അങ്ങനെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവയെയും സന്തോഷപൂർവ്വം അങ്ങേക്കായി വേല ചെയ്യുവാനും ഞങ്ങളെ സന്നദ്ധരാക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ശാരീരിക വേദനകളാൽ പരീക്ഷിക്കപ്പെടുകയും പകർച്ചവ്യാധികളാൽ പീഡിപ്പിക്കുകയും ചെയ്ത റോമാനഗരവാസികൾക്ക് അത്ഭുതകരമായ ശരീര സൗഖ്യവും ആത്മീയമായ സൗഭാഗ്യവും നൽകുവാൻ വിശുദ്ധ ക്രിസ്ത്യാനോസിനെ ഉപകരണമാക്കിയ കർത്താവേ, ശാരീരികമായ രോഗങ്ങളാലും മാനസികമായ പ്രയാസങ്ങളാലും ദുഃഖിതരായിരിക്കുന്ന ഞങ്ങളെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. പാപങ്ങളുടെ പരിഹാരത്തിനും നരകത്തിന്റെ രക്ഷയ്ക്കുമായി അനുദിന ക്ലേശങ്ങളെ കാഴ്ചവെക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദിവ്യാനുഗ്രഹമേ ഗണമേ, നരരക്ഷകനാം മിശിഹായേ. ദിവ്യാനുഗ്രഹമേ ഗണമേ, ദൈവാത്മാവാം സകല
കനിയേണമേ. സമാപന പ്രാർത്ഥന. ഞാൻ ലോകാവസാനം വരെ നിങ്ങളോടുകൂടിയായിരിക്കുമെന്നും നരവാദികൾ സഹിതരായി പ്രവർത്തിക്കുകയായിരുന്നും കൽപ്പിച്ചതുകൊണ്ട് പരിശുദ്ധാത്മാവ് വഴി സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ദയാപൂർവ്വം ശ്രവിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങേ ദാസനായ വിശുദ്ധ ക്രിസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി വിശ്വാസം സംരക്ഷിച്ച് ജീവിക്കുന്നതിനും ഭരിക്കുന്നതിനും ആവശ്യമായ ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും സകലവിധ പകർച്ചവ്യാധികളിൽ നിന്ന് കാത്തു സംരക്ഷിച്ചുകൊള്ളണമേ. സകലവിധ ജീവിതത്തിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരെയും രക്ഷിച്ചു പരിപാലിക്കണമേ. അങ്ങേ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. മതപീഡനങ്ങൾ സഹിച്ചുകൊണ്ടും ജീവൻ ചെയ്തുകൊണ്ടും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ രക്തസാക്ഷികളെ സത്യമാക്കിയ ദൈവത്തിന്റെ കൃപാകടാക്ഷം നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ശുദ്ധന്മാരെ ധൈര്യശാലികളാക്കിയ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നമ്മുടെ മേൽ വർഷിക്കപ്പെടുമാറാകട്ടെ. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും പിശാചിത്തങ്ങളിൽ നിന്നും നമ്മൾ സംരക്ഷിതരാകട്ടെ. നിർമ്മലമായ ആത്മാവോടും ആരോഗ്യമുള്ള ശരീരത്തോടും കൂടി ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ നിശ്ചയിച്ച് ശുശ്രൂഷ ചെയ്യുവാനും വിശ്വാസ സന്മാർഗുകൊണ്ട് വിശുദ്ധമായ മരണം കൈവരിക്കുവാനും അവസാന വിശുദ്ധന്മാരുടെ ഒപ്പം ദൈവത്തെ ആസ്വദിക്കുവാനും നമുക്കിടയാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ക്രിസ്തുവിൽ ഞങ്ങളെ വിശ്വാസികളാക്കുവാൻ വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ആദിയും വ്യാധിയും ഇവിടെന്നകറ്റുവാൻ കാഞ്ഞൂർ പള്ളിയിലിരിപ്പവനേ, അംഗങ്ങളൊക്കെയും ഞങ്ങളെ രക്ഷിക്കാൻ പീഡനമേറ്റു ഫലിച്ചവനേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, ഒരു മാസത്തിലേറെയായി നമ്മൾ ഈ യൂണിറ്റില് ആഘോഷമായിരുന്നു, വലിയ ആഘോഷം. എല്ലാ ദിവസവും ഒത്തുചേരുന്നു, സഹോദരർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ഗാനങ്ങൾ ആലപിക്കുന്നു, സൗഹൃദം പങ്കിടുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ച് ശാന്തിയോടും സമാധാനത്തോടും കൂടി തിരികെ പോകുന്ന ദിവസങ്ങൾ ആയിരുന്നു. ആ വിശുദ്ധ ക്രിസ്ത്യാനോസിന്റെയും പരിശുദ്ധ അമ്മയുടെയും ആ സാന്നിധ്യ സന്തോഷം ആഘോഷിക്കുകയായിരുന്നു. കൈമരുന്ന് പ്രയോഗത്തിലൂടെയും ഒക്കെ അങ്ങനെ നമ്മൾ ആഘോഷങ്ങളിലൂടെ കടന്നു വന്ന ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസത്തിലേറെ ആയി. ഈ തിരുസ്വരൂപങ്ങൾ നമ്മോട് കൂടെ ആയിരുന്നു. പരിശുദ്ധ അമ്മയും വിശുദ്ധ സെബസ്ത്യാനോസും നമ്മോട് കൂടെ ആയിരുന്ന നമുക്കറിയാം, ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ
നമ്മുടെ ഈ നാട്ടിലെ ദേശത്ത് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. ഈ അവസരത്തിൽ ഇന്ന് അവസാനമായിട്ട് ഈ യൂണിറ്റിൽ നിന്നും ദൃശ്യരൂപങ്ങൾ പോവുകയാണ് അടുത്ത യൂണിറ്റിലേക്ക്. നമുക്കറിയാം, പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വിരുന്നില ഭവനത്തിലായിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന്. അവിടെ കല്യാണ വിരുന്നിലെ പ്രധാനപ്പെട്ട ഇടം വേണ്ട ഒരു സംഭവമാണ് വീഞ്ഞ്. ആ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അമ്മ അത് അറിയുകയും ആരും അറിയാതെ തൻ്റെ തിരുക്കുമാരനോട് പറഞ്ഞ് ആ കുറവിൽ നിന്ന് ആ കുടുംബത്തെ, ആ കുറവിൻ്റെ ഒരു മോശമായ അല്ലെങ്കിൽ മറ്റുള്ളവർ കളിയാക്കാമായിരുന്ന ആ അനുഭവത്തിൽ നിന്ന് ആ കുടുംബത്തെ രക്ഷിക്കുന്ന അമ്മ. അതുപോലെ അതേ സംഭവം നമ്മുടെയൊക്കെ വീടുകളിലും അമ്മ കടന്നു പോകുന്നു. എല്ലാ വീടുകളിലൂടെ അമ്മ കടന്നു പോകുന്നു. ഓരോ വീടുകളിലെയും ആ കുറവുകൾ എന്തെന്ന് മനസ്സിലാക്കി അത് നിറവുകളാക്കി മാറ്റിയിട്ടാണ് ഇന്ന് അമ്മ ഇവിടെ നിന്ന് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ വിശ്വാസത്തെ കുറിച്ച് അല്ലെങ്കിൽ വിശുദ്ധനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഓടി വരിക അല്ലെങ്കിൽ കടന്നു വരിക വിശുദ്ധന്റെ വിശ്വാസ തീഷ്ണതയും വിശ്വാസധീരതയുമാണ്. റോമൻ സൈന്യത്തിന്റെ സൈന്യാധിപനായിരുന്നു ആ വിശുദ്ധൻ. അന്ന് തൻ്റെ വിശ്വാസം, ക്രിസ്തുവിനോടുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞതിൻ്റെ പേരിൽ ക്യാപ്റ്റനായിരുന്നു ആള് തന്നെ. ഇങ്ങനെ ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങളും അമ്പെയ്യുക പോലും ചെയ്തിട്ടും ആ വിശ്വാസം തളർന്നില്ല. കൂടുതൽ ദൃഢതയോടെ ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഒരു രക്തസാക്ഷിയായി മരിക്കുകയാണ് ചെയ്തത്. നമുക്കും ഈ അവസരത്തിൽ വിശുദ്ധനോട് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കുടുംബങ്ങളിലൂടെ കടന്നു പോന്നപ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസം ആഴപ്പെടുത്താൻ വിശുദ്ധൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്കും വിശുദ്ധനോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ സെബസ്ത്യാനോസേ, ഞങ്ങളുടെ വിശ്വാസം തളർന്നു പോകാതെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും വിശ്വാസം മുറുകെ പിടിക്കുന്നതിന് വേണ്ട ശക്തി ഞങ്ങൾക്ക് വാങ്ങി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കളഞ്ഞു. അതുപോലെ പകർച്ചവ്യാധികള്, വിഷങ്ങള് അതിനെയൊക്കെ നിർവീര്യമാക്കാവുന്ന ഒരു ശക്തി നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിറച്ചുകൊണ്ടാണ് വിശുദ്ധൻ എന്ന് പോകുന്നത്. ഈ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും ഇപ്പോൾ പോകുന്ന ഈ യാത്രയിൽ നമുക്കും നന്ദിയോടെ ഇവരെ അനുഗമിക്കാം. അടുത്ത യൂണിറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധനും നൽകിക്കൊണ്ട് നമുക്കും അവരെ അനുധാവനം ചെയ്ത് അനുഗ്രഹം പ്രാപിച്ച് നമുക്കും അവരെ പിന്തുടർന്ന് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം കൃപ ചൊരിയട്ടെ. ആമേൻ. കൊണ്ടുപോകാനായിട്ട് നല്ല എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു. ഏറ്റവും ആദ്യം പറയേണ്ടത് നമ്മുടെ കൃഷിക്കുളമ്പിൽ ഡേവിഡായിരുന്നു, കാഞ്ഞിരത്തിങ്കൽ ആൻഡിച്ചാനാണ് പേരുകൾ എടുത്ത് പറയേണ്ടത്. ബാക്കി എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു. എല്ലാ വീട്ടുകാരും നല്ല സഹകരണം ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും നന്ദി പറയാണ്. പിന്നെ പള്ളിയിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ രൂപം കൊണ്ടുപോകുന്ന കാര്യം. അച്ഛൻ സമയമുണ്ടെങ്കിൽ എത്താമെന്ന് പറഞ്ഞത്. ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് വന്നു, നല്ല സന്ദേശം തന്നു. അവർക്ക് നമ്മൾ നന്ദി പറയണം. പിന്നെ അടുത്ത യൂണിറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്കും നല്ല കാലാവസ്ഥ തരട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പിന്നെ നന്ദിയുടെ ഒരു 2 വാക്ക് സോണിന് വേണ്ടിയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഫെബ്രുവരി 8-ാം തീയതി നമ്മൾ തിരുസ്വരൂപ പ്രയാണം ആരംഭിച്ചു. ഏകദേശം 129 ദിവസങ്ങൾ ഇന്നേക്ക് പൂർത്തിയാകുന്നു. ദൈവാനുഗ്രഹത്താൽ യാതൊരു തടസ്സങ്ങളും കൂടാതെ, കാലാവസ്ഥയുടെയോ അല്ലെങ്കിൽ മറ്റുള്ള യാതൊരു തടസ്സങ്ങളും കൂടാതെ ഈ 3 യൂണിറ്റുകൾക്ക് അത് നല്ല ഭംഗിയായിട്ട് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. ഇനിയുള്ളൊരു 3 യൂണിറ്റുകൾ ഏകദേശം 160 ദിവസത്തോളം എടുക്കും.
തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിലും ദൈവത്തിൻ്റെ വലിയ കൃപയും കടാക്ഷവും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ചും യൂണിറ്റ് 8-ൻ്റെ ഭാരവാഹികൾക്ക് ഇക്കാര്യത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അവർ വളരെ മനോഹരമായിട്ട് മറ്റുള്ള യൂണിറ്റുകളെ പോലെ തന്നെ ചെയ്തു. ഇനിയുള്ള യൂണിറ്റുകൾക്ക് അതുപോലെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ചും നമ്മുടെ ഹോളി ഫാമിലി കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സിന്, 8-ാം യൂണിറ്റിലെ കുടുംബാംഗങ്ങൾക്ക്, അതുപോലെ തിരുസ്വരൂപങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഞങ്ങളുടെ യൂണിറ്റിൽ നിന്ന് യൂണിറ്റ് 9 എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി. ജീവനുമായ പരിശുദ്ധ പരമദൈവകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സമാധാനത്തിന് രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന് രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന് കാഞ്ഞൂരിൽ ജീവിക്കും